ഹലോ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. നാളെ മുതൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും ഇനി എങ്ങനെ പഠിക്കണമെന്നുമുള്ള ഒരുപാട് സംശയങ്ങൾ ഈ വന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഡി പരീക്ഷ എല്ലാവരും, അതായത് നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന കേരള PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, SSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാങ്ക് എക്സാംസ്, ഇങ്ങനെ പല പല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും ഒരു സംശയമുണ്ട്. റെയിൽവേ ഗ്രൂപ്പ് ഡി വളരെ ചെറിയൊരു പരീക്ഷയല്ലേ, സിമ്പിളായിട്ടുള്ള പരീക്ഷയല്ലേ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും പലതരത്തിലും ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈസ് പല സ്ഥലങ്ങളിലും പലരും കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും എങ്കിലും കാണുമ്പം ഇത് ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ഉത്തരങ്ങളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ ക്ലാസ്സസ് പഠിക്കാനുള്ള ക്ലാസ്സസിൻ്റെ കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫ്രീ ക്ലാസ്സസ് 150+ ഫ്രീ ക്ലാസ്സസ് എന്നൊരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ വന്നത്. എവിടെ നിന്ന് കിട്ടും ഇത്രയും ഫ്രീ ക്ലാസ്സസ്? അപ്പോൾ ആദ്യം നിങ്ങളെല്ലാവരും നോർമലി RRB റെയിൽവേയുടെ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന് കരുതും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കാമെന്ന് കരുതും, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ട് പഠിക്കാൻ തുടങ്ങും. ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എവിടെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന കണ്ടന്റ് കൃത്യമായ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളൊരു മെറ്റീരിയൽ അല്ല എങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് മൊത്തം വേസ്റ്റ് ആണ്. സോ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ആദ്യം ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പഠിക്കാൻ 150+ ഫ്രീ ക്ലാസ്സസ് എവിടെ ഈ ക്ലാസ്സസ് ഇത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് കിട്ടും? അതിൻ്റെ ഉത്തരം വേറെ എങ്ങും പോകണ്ട, നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കൃത്യമായ സ്ഥലത്ത് തന്നെയാണ്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങൾ. അതായത് ഗ്രൂപ്പ് ഡി പരീക്ഷയെ പറ്റി ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി, നിങ്ങൾ കുറേ ആളുകളുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. കുറേ ആൾക്കാരെ ഹിന്ദി ചാനൽസും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും റെയിൽവേ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കിട്ടണമെങ്കിൽ ഇതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്തിട്ട് ഏറ്റവും താഴേക്ക് പോവുക. കാരണം 2019 ലാസ്റ്റ് ഗ്രൂപ്പ് ഡി പരീക്ഷ നടത്തിയതിന് സമയത്ത് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്ത ഫ്രീ ക്ലാസ്സസ് 150ൽ പുറത്ത് ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ RRB ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ് 2019 എന്ന് പറഞ്ഞ് 175ഓളം വീഡിയോസ് 175 വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ട് റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ, പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണ് ബേസിക് സബ്ജക്റ്റുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ കിട്ടാൻ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് ഉപകരിക്കും. ഇതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ മുതൽ തന്നെ മാത്സിൻ്റെ സബ്ജക്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, സയൻസിൻ്റെ അവൈലബിൾ ആണ്, GK, റീസണിങ്, അതുപോലെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. 150ൽ പുറത്ത് വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം എത്രത്തോളം കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 2019 RRB ഗ്രൂപ്പ് ഡി എക്സാം വിളിച്ച സമയത്തുള്ള ക്ലാസ് സീരീസുകളാണ്. ഇത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു അക്കാഡമിയും കേരളത്തിൽ ഇല്ലെന്ന് 100% കോൺഫിഡൻസോടുകൂടി തന്നെ നമുക്ക് പറയാം. ഇത്രയും ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിൽ കൊടുത്തു വിട്ട അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഇത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് മറ്റാർക്കും അവകാശപ്പെടാനുള്ള എന്ന് തന്നെയാണ് ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഉള്ള കോൺഫിഡൻസ്. മാത്രമല്ല ഈ പരീക്ഷകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കുറേ ആൾക്കാർക്കെങ്കിലും സംശയമുണ്ട്. കാരണം ചില ആൾക്കാർ എന്നോട് പേഴ്സണലി തന്നെ ചോദിച്ചതാണ്. ഞാൻ PSC പരീക്ഷകൾക്ക് LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് കവർ ചെയ്യുമല്ലോ എന്നൊരു കാര്യം എന്നോട് കുറേ പേര് ചോദിച്ചു. അതായത് LDC PSC പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് സിലബസ് നോക്കിയപ്പോൾ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കും കൂടെ ഉള്ളൂ, അങ്ങനെ പഠിച്ചാൽ ഞാനിത് ക്ലിയർ ചെയ്യും. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, അങ്ങനെ പഠിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം കൂടി വ്യക്തമാക്കിയിട്ട് പറയാം. ഇപ്പോൾ റെയിൽവേയുടെ പരീക്ഷകൾ, റെയിൽവേ ഗ്രൂപ്പ് ഡി ദിശ അക്കാഡമി 2019 NTPC നടന്നപ്പോഴും ഗ്രൂപ്പ് ഡി നടന്നപ്പോഴും ഒക്കെ കൃത്യമായിട്ടുള്ള കോച്ചിങ് കൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ പ്രൂഫുകൾ നിങ്ങൾക്ക് കാണാം. 3 years ago വരുന്ന വീഡിയോസാണ് ഇതൊക്കെ. 3 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോസാണ് RRB ഗ്രൂപ്പ് ഡിയുടെ വീഡിയോസ്. അതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ സീരീസ് ഓഫ് വീഡിയോസ്, ഈ ഒരു പ്ലേലിസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയുടെ വീഡിയോസ് കൂടാതെ 2019 NTPC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് നമ്മൾ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് നല്ല
കണ്ടന്റ്, പ്രോപ്പർ കണ്ടന്റുകൾ ചെയ്ത ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2019 NTPC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാം. അപ്പോൾ ഈ കണ്ടന്റുകളിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ പരീക്ഷ കിട്ടും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് സിലബസ് കവർ ചെയ്താൽ പരീക്ഷ കിട്ടും എന്ന് ധരിക്കുന്നവർ ചിലപ്പോൾ ഒരുപക്ഷെ നിരാശപ്പെടേണ്ടി വരും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയിൽവേ ഗ്രൂപ്പ് ഡി കറക്റ്റ് പറഞ്ഞാൽ ഒരു സിമ്പിൾ പരീക്ഷ തന്നെയാണ്, പക്ഷേ എളുപ്പമുള്ള പരീക്ഷ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മറ്റൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന മാതൃക, അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന മാതൃകയിൽ പഠിച്ചാൽ ഈ പരീക്ഷ കിട്ടില്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് മറ്റൊരു തരത്തിലാണ്. അത് പഠിക്കേണ്ട അപ്രോച്ചിൽ തന്നെ, സിലബസിൽ കാര്യമായ മാറ്റം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട അപ്രോച്ചിൽ, മാത്സും റീസണിങ്ങും സയൻസും ഒക്കെ നിങ്ങൾ ടാക്കിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന അപ്രോച്ചിൽ കൃത്യമായ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാക്കിയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവസാനം ചിലപ്പം നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എവിടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, നിങ്ങളൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, ഓൺലൈൻ കോഴ്സ് എടുത്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, ക്ലിയർലി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പഠിക്കേണ്ട മാതൃകയിൽ പഠിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ പോയി പഠിക്കുക. അങ്ങനെയുള്ള കണ്ടന്റ് ക്ലിയർ കട്ട് നിങ്ങൾക്ക് എക്സാം ഗ്യാരണ്ടി ചെയ്ത് എക്സാം ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റ് ആണോ എന്നൊരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കാനുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പോഴും ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലും ഈ ക്ലാസ്സസും. ഈ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടുതൽ പഠിക്കണം, നിങ്ങൾക്ക് ഇനിയും പഠിക്കണം, കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ കരുതുന്നവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ കോഴ്സുകളും ഓഫ്ലൈൻ കോഴ്സുകളും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നാളെ മുതൽ വരാൻ പോവുകയാണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ചിന്തിക്കുന്നിടത്ത്, നിങ്ങൾ ചിലപ്പം ചിലരെങ്കിലും ചാടിക്കയറി ഒരു കോഴ്സിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ ഫ്രീ ക്ലാസ്സസ് ഒന്ന് കാണുക. ഈ ഫ്രീ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ആയിരിക്കും. ചിലർക്കെങ്കിലും ക്ലാസിൻ്റെ ഒരു നിലവാരം, എങ്ങനെയാണ് ക്ലാസ് പോകേണ്ടത്, എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് റീസണിങ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് സയൻസ് പഠിക്കേണ്ടത് എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ മാറാൻ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതോടെ ഹെൽപ്പാവും, ഉറപ്പായിട്ടും ഹെൽപ്പാവും. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം PSCക്ക് പഠിക്കുന്നത് പോലെ PSC പരീക്ഷകൾക്ക് പഠിക്കണം, റെയിൽവേക്ക് പഠിക്കുന്നത് പോലെ റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യണം, SSCക്ക് പഠിക്കുന്നത് പോലെ SSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ബാങ്ക് എക്സാമിന് പഠിക്കുന്നവർക്ക് അതേ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് അതിൻ്റേതായ വഴിയുണ്ട്, അതിൻ്റേതായ മാർഗ്ഗമുണ്ട്. അങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ചിലപ്പം നിങ്ങൾ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. 2, 3, 4 വർഷം എടുത്ത് നിങ്ങൾ ആ പരീക്ഷ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള സോഴ്സ് ഓഫ് സ്റ്റഡി നിങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റഡി മെറ്റീരിയലിൻ്റെ സോഴ്സ്, നിങ്ങൾ പഠിക്കുന്ന സോഴ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണെങ്കിൽ, ഒരു മെൻറ്റർ അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്ത ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ടാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദിശ അക്കാഡമിയോടൊപ്പം പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ദിശ അക്കാഡമിയുടെ യൂട്യൂബിൽ തരുന്ന ഫ്രീ ക്ലാസ്സസ് കാണുക. അതല്ലെങ്കിൽ ദിശ അക്കാഡമിക്ക് തന്നെ ഓഫ്ലൈൻ കോഴ്സും ഓൺലൈൻ കോഴ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. അതിനെ കൂടി ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ ഒരുപാട് ഇപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് തുടങ്ങിയ ആ ബാച്ചിൽ ഏകദേശം നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഞാൻ പറയുന്നില്ല, നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞു. അവർ ഇപ്പം 1 മാസം കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർലി അവർ നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്ത് നമ്മുടെ മെൻറ്റർ സപ്പോർട്ടോടുകൂടി അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയോടൊപ്പം പെയ്ഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടെ ഞാൻ പറയുകയാണ്, ദിശ അക്കാഡമിയുടെ ഗ്രൂപ്പ് ഡിയുടെ പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ്. അത് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സസ് വരുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന 2 നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പേഴ്സിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് 5 സ്ഥലങ്ങളിലാണുള്ളത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, കോഴിക്കോട്, തൃശ്ശൂർ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററുകൾ ഉള്ളത്. ഇവിടെ 5 സ്ഥലങ്ങളിലും നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മാസം ഫെബ്രുവരി 3-നും ഫെബ്രുവരി 5-നുമാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്തോളാം. ഫെബ്രുവരി 3-ന് കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം എന്നിടത്തും, അതുപോലെ ഫെബ്രുവരി 5-ന് കോഴിക്കോട്, തൃശ്ശൂർ എന്നിടത്തായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ അക്കാഡമീസിൻ്റെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ അതിൻ്റേതായ പോസിറ്റീവ് സെൻസിൽ തന്നെ എടുക്കുക. പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റെയിൽവേ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ റെയിൽവേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള തന്നെ കണ്ടന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക.
അതിൽ നിങ്ങൾ അത് പഠിക്കുന്നതിൻ്റെ കൂടെ ഇത് പഠിക്കാമെന്നല്ല കരുതേണ്ടത്. ഇത് കൃത്യമായ രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ പഠിക്കുന്ന ഇടമൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്